എല്ലാ കാലഘട്ടത്തെയും ആർട്ട് വർക്കുകൾ നമുക്ക് ഈ ഒരു കൊട്ടാരത്തിൽ വന്നാൽ കാണാൻ പറ്റും. ഫ്രാൻസിസ് ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ് ഈ കൊട്ടാരം ഇത്രയും വിപുലീകരിച്ചത്. പണ്ടുകാലം തൊട്ടേ എല്ലാ രാജാക്കന്മാരുടെയും ഏറ്റവും ഫേവറേറ്റായിട്ടുള്ള ഒരു സമ്മർ വസതിയായിരുന്നു ഈ ഒരു കൊട്ടാരം. ഇവിടെ കുറേ ഗാർഡനിൽ ഇതുപോലെയുള്ള ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ പേടി തോന്നുമെങ്കിൽ നല്ല രസമുണ്ട് ഇത്. ഇങ്ങോട്ടധികം ടൂറിസ്റ്റുകളെ ഞാൻ കണ്ടില്ല, വലിയ ക്രൗഡൊന്നുമില്ല ഇവിടെ. പക്ഷേ അപ്പുറത്തെ സൈഡിലൊക്കെ ഒത്തിരി സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ ടൂറിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഗാർഡനിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇപ്പം സമ്മർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ കുറേ പൂക്കളുണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഒത്തിരി പൂക്കളുണ്ടായിരുന്നു. സെൻറ്റ് ലസാറിൽ നിന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഗാർദലിയോണിലെത്താം. ഗാർദലിയോണിൽ ഒരു 40 മിനിറ്റ് എടുക്കും നമുക്ക് ഫോണ്ടബ്ലോയിലോട്ട് എത്താനായിട്ട്. മൊത്തം ഒരു 1 അവർ കൊണ്ട് നമുക്ക് സെൻറ്റ് ലസാറിൽ നിന്ന് ഇവിടം വരെ എത്താൻ പറ്റും. നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഗാർഡനും ഈ ഒരു സ്ഥലമൊക്കെ എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഈ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ അവർക്കും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും. ഇതിനകത്ത് ഒത്തിരി മീനുണ്ട്, നമുക്കതിനെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല.